ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കൂട്ടത്തിൽ കൂടുക കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ചാരമൊക്കെ വാരി അടുപ്പിൻ്റെ തിട്ടയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. വീഡിയോ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനൊന്നിനും എനിക്ക് വയ്യായിരുന്നു. ഭയങ്കര ക്ഷീണമാണ്. കുറേ ദിവസത്തെ നോമ്പ് കൊണ്ട് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി. ചെറുതൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കിണറിൽ കിട്ടിയിട്ടുണ്ട്. അത് മഴവെള്ളമാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കിണറിൽ പോകുന്ന വെള്ളം ഇങ്ങനെ വറ്റി പോകത്തില്ല കേട്ടോ. ചെറിയ ഊറ്റുള്ളത് കൊണ്ട്, കിണറിൽ ചെറിയൊരു ഊറ്റുള്ളത് കൊണ്ട് തന്നെ ചെല്ലുന്ന, അതായത് മഴവെള്ളമാണെങ്കിൽ ചെല്ലുന്ന വെള്ളം അവിടെ കിടക്കും. അപ്പോൾ നമുക്ക് ടാങ്കിൽ കയറ്റി ആ ടാങ്കിൽ അടിക്കാം, മോട്ടർ ഇടാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ മഴവെള്ള സംഭരണി ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടേ നമുക്ക് വെള്ളമൊന്നും അങ്ങനെ പാഴായി പോകത്തില്ല. കിട്ടുന്ന വെള്ളമൊക്കെ നമുക്ക് കിണറിലോട്ട് പോകും. അത് അരിച്ചാണ് കേട്ടോ പോകുന്നത്, ഡയറക്റ്റ് പോകുന്നതല്ല. മഴവെള്ള സംഭരണിയിലോ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അരിച്ചാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് കരിയും എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെറ്റലും കരിയും വലയും എന്തൊക്കെയോ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അരിച്ചാണ് പോകുന്നത് വെള്ളം. കണ്ടില്ലേ ആ ഒരു ഓവ് പോയിരിക്കുന്നുണ്ടല്ലേ? ഇതാണ് മഴവെള്ള സംഭരണി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ചെന്നിട്ട് അതിനകത്തുകൂടിയാണ്, പിന്നെ അതിനകത്തുനിന്ന് വേറെ ഓസ് ഡയറക്റ്റ് കിണറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വെള്ളം അങ്ങനെ ചെന്ന് വീഴും. അപ്പം നല്ല അരിച്ചാണ് ചെല്ലുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ആ വെള്ളം എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. കുറേ ദിവസത്തിന് ശേഷം നല്ലൊരു മഴ കിട്ടി കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 3 മണി കഴിയുമ്പം ചെറിയ മഴക്കോളും കാര്യങ്ങളും ചെറിയ കുടുക്കവും ചെറിയൊരു ഇടിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ അടുത്ത് എവിടെയൊക്കെയോ മഴ പെയ്യുന്നെന്ന് അറിഞ്ഞെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ നല്ല ഒരു മഴ പെയ്തു. അപ്പോൾ എൻ്റെ ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് നല്ല ഉണർവോട് കൂടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പം തന്നെ ഒരു സന്തോഷമല്ലേ. അതുമല്ല, കിളികളും മറ്റു മൃഗങ്ങളും ഒക്കെ ആയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് തന്നെ ചൂടെടുത്തിട്ട് നമുക്ക് ഇരിക്കാൻ വയ്യ, വെയിൽ നമുക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ മറ്റ് മൃഗങ്ങളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതല്ലേ നല്ലത്. കിളികളാണേലും നമ്മളിങ്ങനെ അതായത് വേനലൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് വെള്ളം വെച്ചേക്കും കേട്ടോ. കാക്കകളും കിളികളും ഒക്കെ ആയിട്ട് കുടിക്കാനും ഒക്കെ ആയിട്ട് വെള്ളം നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഇതേ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കുന്ന പണിയിൽ നിൽക്കുകയാണ് കേട്ടോ. ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മഴ പെയ്താലുള്ള ആകെ പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകം നനയുന്നതാണ് കേട്ടോ, ചോർച്ച. അപ്പോൾ ഓടുള്ള വീടുകൾക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു വിടവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താൽ ചോരും. അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഈ തിട്ടയും നമുക്ക് ചോർച്ചയാണ്. പക്ഷേ ഇന്നലെ എന്തോ വലിയ കുഴപ്പമില്ലാതെ പോയി കേട്ടോ. മഴ പെയ്ത ആകെ പേടിയെന്ന് പറയുന്നത് ഈ അടുപ്പിൻ്റെ ഭാഗമൊക്കെ നനയും. അതുപോലെ നമ്മുടെ വീടിനകം മൊത്തം ചോർച്ചയുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചോർച്ചയുണ്ട്. എന്നാലും ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് ഈ അടുപ്പൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തീയൊക്കെ പിടിപ്പിക്കാൻ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണേ. ഞാൻ ഇടയ്ക്ക് നമ്മുടെ മാങ്ങയൊക്കെ ഉണക്കി വെക്കുന്ന വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും അതിൽ വന്ന കമൻറ്റ്, നിങ്ങൾ അച്ചാറിടുന്നതും കൂടെ കാണിക്കണേന്നായിരുന്നു കേട്ടോ അത് വെച്ചിട്ട്. അപ്പം നമ്മൾ അച്ചാർ ഇൻഷാ അല്ലാഹ് ഉടനെ ഇടും. ഇപ്പോഴല്ല കേട്ടോ, ഉടനെ ഇടും. അധികം താമസിക്കത്തില്ലെന്ന് തോന്നുന്നു, ഉടനെ ഇടും. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. ഇതിന് മുന്നേയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അടമാങ്ങ ആക്കിയിട്ട് നമ്മളതിൻ്റെ അച്ചാറൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. പുതിയ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്, അവരാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ചെയ്യും കേട്ടോ. പിന്നെ ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ആ അടുപ്പിൽ തന്നെ, നല്ല തീയിടുന്ന എരിയല്ലേ, അപ്പോഴും ആ അടുപ്പിൽ തന്നെ ഞാൻ അരി ഇടാനും കൂടെ വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അരിയും കൂടെ ഇട്ടു. വളരെ കുറച്ച് അരിയാണ് ഇട്ടിരിക്കുന്നത്, കാരണം തലേന്ന് ചോറൊക്കെ ഇരിപ്പുണ്ട്, അതും കൂടെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് അരി ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ. നോമ്പൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് ചോറും ബാക്കി വരും. പിന്നെ പണ്ട് ഒരു വർഷം മുന്നേയൊക്കെ നമ്മൾ പറങ്കിമാവ് ഉണ്ടല്ലോ, അതായത് കശുമാങ്ങ വെച്ചിട്ട്, അതായത് പച്ച കശുമാങ്ങ, പഴുത്തയല്ല, പച്ച കശുമാങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ചന്ദ്രലേഖ ചേച്ചി തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു തോരനായിരുന്നു കേട്ടോ. ഒരു തോരൻ പോലെ
അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കെന്തായാലും കശുമാങ്ങ ഇല്ല, പറങ്കിമാവ് ഉള്ളത് 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 3 നമ്മൾ മുറിച്ച് കളഞ്ഞു. തൊട്ടടുത്ത വീട്ടിലുള്ളവർക്ക് പച്ചറുമ്പുണ്ടല്ലോ, പച്ചറുമ്പിൻ്റെ ശല്യം കാരണം നമ്മളത് മുറിച്ച് കളഞ്ഞു. നിറയെ കാ പിടിക്കുന്നതായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു വർഷമൊക്കെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പൂക്കേണ്ടതായിരുന്നു. അപ്പോൾ അതങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പറയാവേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ആ വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം പറഞ്ഞു തരാവേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കഴുകിയെടുക്കാം കേട്ടോ. നമ്മുടെ പാത്രം കഴുകലൊക്കെ ഇപ്പോൾ വെള്ളമില്ലാത്ത സമയത്ത് ഇങ്ങനെയാണ്. കുറച്ച് വെള്ളം നമ്മൾ 2 പാത്രങ്ങളിലായിട്ട് വെള്ളം വെക്കും. പിന്നെ സോപ്പ് ഇട്ടിട്ട് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കഴുകും, പിന്നെ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുറേ തുണികൾ പൊടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ചെറിയ വെയിലും ചെറിയ തണുപ്പും കാറ്റും ഒക്കെയുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് കറി വെക്കാൻ മീൻ കറി ഇരിപ്പുണ്ട്, വങ്കടയാണ്. അത് കറി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, ചക്കയും വേവിക്കണം. പിന്നെ ഒരു റെസിപ്പി പറഞ്ഞുതരാവേ, കോവയ്ക്ക് വെച്ചിട്ടുള്ള, അതും കൂടെ ചെയ്യാം. ഇതൊരു മോര് കറിയാണ് കേട്ടോ. കോവയ്ക്ക് വെച്ചിട്ടുള്ളൊരു മോര് കറിയാണ്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അടുത്ത സമയത്തെല്ലാം വീഡിയോയിൽ കാണുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കോവയ്ക്ക നമ്മൾ നീളത്തിനരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടണം. വാടുന്നതെന്ന് പറയുമ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരത്തില്ലേ, നന്നായിട്ട് കുഴഞ്ഞ് അതൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മോരിന് അരച്ച് വെച്ചിട്ടുള്ള തൈരും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് അനന്ന് വന്നാൽ മാത്രം മതി. അതിലേക്ക് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക മോര് കറി ഇവിടെ റെഡിയാണ് കേട്ടോ.